നമസ്തേ. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെയും പരിചയക്കാരെയൊക്കെ കാണുമ്പം കുശലപ്രശ്നങ്ങളൊക്കെ ചോദിക്കുമല്ലോ, അല്ലേ? അതല്ലേ ഒരു പതിവ് രീതി. അങ്ങനെ ചോദിച്ച കൂട്ടത്തിൽ അടുത്തിടെ ഞാൻ ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയോട് ചോദിച്ചു, എങ്ങനെയൊക്കെയുണ്ട് കുടുംബജീവിതമൊക്കെ, സുഖമായിട്ട് പോകുന്നോ എന്ന്. ആ ചോദ്യത്തിന് ഉത്തരമായി അമ്മ പറഞ്ഞത്, ഭർത്താവ് നേരത്തെ ദുസ്വഭാവത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമായിരുന്നു. എന്നാൽ പിന്നീട് ഈ അമ്മയുടെ അധ്വാനം കൊണ്ടും അമ്മ മുൻകൈയെടുത്ത് മിടുക്കനായ ഒരു ഡോക്ടറിൻ്റെ അരികിലേക്ക് എത്തിച്ച് ചില ഗുരുക്കന്മാരുടെ ഉപദേശമൊക്കെ കൊടുത്ത് ഏതായാലും തൻ്റെ ജീവിതത്തിൽ അനേകം കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ വന്നു. താൻ മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ കോടീശ്വരനാകേണ്ടതായിരുന്നു. പക്ഷേ ദുർനടപ്പ് കാലം കൂട്ടുകാരുമായി ഒരുമിച്ച് കിട്ടുന്നത് മുഴുവൻ മദ്യപിക്കാനും ഇതര ചെലവുകൾക്കും ചിലവാക്കി ഒടുക്കം മറ്റുള്ളവൻ്റെ മുമ്പിൽ പിച്ചയെടുക്കേണ്ട ഗതികേടിന് കടം വാങ്ങേണ്ട അവസ്ഥയിലൊക്കെ എത്തിയിരിക്കുന്നു. ഇത് അങ്ങേ ഒരാൾ നിമിത്തമാണ് ഇപ്രകാരമെല്ലാം ചെയ്യാനുള്ള കാരണം. അങ്ങേ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അങ്ങ് നല്ല രീതിയിലേക്ക് ചിന്തിക്കണം, ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ള ഉപദേശം ഒരുപക്ഷെ ഈ അമ്മയുടെ സഹോദരിയുടെ പ്രാർത്ഥനയുടെ പരിണിത ഫലമായിട്ടാണോ, അതുമല്ലെങ്കിൽ അദ്ദേഹം തന്നെ ചെയ്ത മുജ്ജന്മ കർമ്മങ്ങളുടെ പരിണിത ഫലമാണോ? ഏതായാലും അദ്ദേഹം അതിൽ നിന്നും മുക്തനായി സ്വസ്ഥനായി തൻ്റെ കുടുംബകാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അങ്ങനെ കുടുംബത്തിൻ്റെ ആ പഴയ താളവും ശ്രുതിയൊക്കെ കിട്ടി. സന്തതികൾക്ക് അച്ഛനോട് എത്താതില്ലാത്ത സ്നേഹം, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം, ഭർത്താവിന് ഭാര്യയോട് സ്നേഹം, അങ്ങനെ കുടുംബകാര്യമൊക്കെ നോക്കി ഒരുവിധം സുഖകരമായ രീതിയിൽ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയും ഇദ്ദേഹത്തിൻ്റെ ഒരു മുൻകാല സുഹൃത്തുമായ വ്യക്തി ഭവനത്തിലേക്ക് വന്ന് ഒന്ന് രണ്ട് വട്ടം വന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും വരികയും വന്ന് ഇദ്ദേഹത്തിൻ്റെ കാതിൽ കുറേ കാര്യങ്ങൾ മന്ത്രിക്കുകയും പിന്നെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ക്രമാനുഗതമായി ഇദ്ദേഹത്തിന് ആ പഴയ ദുർനടപ്പുകൾ വീണ്ടും ആവർത്തിച്ചു. അതൊക്കെ സഹിക്കാം, ഇത്രയ്ക്കിത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് ഈ കൂട്ടുകാരൻ വീട്ടിലേക്ക് വന്നത് ഇദ്ദേഹത്തിനെ മദ്യപിച്ച് ഒരു പരുവമാക്കി സ്വബോധം നഷ്ടപ്പെടുത്തി മറ്റൊരേടാകൂടത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അയാൾക്ക് വിരോധമുള്ള വ്യക്തിയോടുള്ള പക തീർക്കുവാൻ വേണ്ടി ഇദ്ദേഹം എൻ്റെ ഭർത്താവിനെയാണ് ഉപയോഗിച്ചത്. ചിന്താശേഷി നഷ്ടപ്പെട്ട, വീണ്ടുവിചാരമില്ലാത്ത എൻ്റെ ഭർത്താവ് ആ സുഹൃത്തിൻ്റെ വാക്കിനെ വിശ്വസിക്കുകയും അയാൾക്ക് വേണ്ടി അയാളുടെ ശത്രുവായി ഏറ്റുമുട്ടുകേണ്ടി വരികയും ചെയ്തു. ഇപ്പോൾ കേസ് മുഴുവൻ എൻ്റെ ഭർത്താവിൻ്റെ പേരിലാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്തത് അവനൊരു കുഴപ്പമില്ല, സുഖമായിട്ട് കഴിയുന്നു. അതിനുമപ്പുറം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, എൻ്റെ ഭർത്താവുമായി യാതൊരു ശത്രുതയും ഇല്ലാത്ത മനുഷ്യനുമായിട്ടാണ് എൻ്റെ ഭർത്താവ് മറ്റൊരാൾക്ക് വേണ്ടി ആക്രമണത്തിന് മുതിർന്നതും മർദ്ദിക്കുവാൻ ശ്രമിച്ചതും എന്തിന് ഒടുക്കം പോലീസ് സ്റ്റേഷനിൽ കേസുമായി കയറി ഇറങ്ങേണ്ടി വന്നതും. ഇപ്പം നഷ്ടപരിഹാരമൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്താവുമോ എന്തോ. പറഞ്ഞത് നമ്മൾക്കും ഇത്തരം ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ എത്താം. നമ്മൾ അല്ലറയില്ലറ ഗുണപാഠമൊക്കെ പഠിച്ച് ഉള്ള തെറ്റുകളെയൊക്കെ സ്വയം വിസ്മരിച്ച് നേരായ മാർഗത്തിലേക്ക് പോകാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പം ചില ദുർബുദ്ധികൾ വന്ന് നമ്മെ വീണ്ടും അവരുടെ കാര്യപ്രാപ്തിക്ക് വേണ്ടി നമ്മെ ഉപകരണങ്ങളാക്കും. ഇന്ന് സമൂഹത്തിൽ ഇത്തരം സ്വഭാവമുള്ളവർ വളരെ സജീവമാണ്. അവർക്കൊരു പക്ഷേ നേരിട്ട് പലരോടും ഏറ്റുമുട്ടാൻ കഴിയുകയില്ല. അവരുടെ ഗ്ലാമർ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവരുടെ പണം നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവരുടെ ശക്തി ക്ഷയിക്കും എന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ പേര് നിലനിൽക്കുന്നതിനും നമ്മെ ഉപയോഗിച്ച് അവരുടെ ശത്രുവിനോട് പകരം വീട്ടുന്നതിനും പലരും നമ്മെ ഉപയോഗപ്പെടുത്തും. ഒരുപക്ഷെ നമ്മുടെ അരികിലേക്ക് ഇത്തരത്തിലുള്ള ദൗത്യമായി എത്തുന്നത് നമ്മുടെ ബന്ധുക്കളായിരിക്കാം, അമ്മാവനായിരിക്കാം, അനന്തരവനായിരിക്കാം, അല്ലെങ്കിൽ മാനേജരാകാം, തൊഴിലാളിയാകാം, ആരുമാകാം. ഇവരുടെ അവസ്ഥ കാണുമ്പോൾ ഇവരുടെ നാവിൽ നിന്ന് വീഴുന്ന ചതുരവടിവോടുകൂടിയുള്ള വാക്യങ്ങളൊക്കെ കേൾക്കുമ്പം ഇവർ പറഞ്ഞതാണ് സത്യമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ഇവർ പറഞ്ഞതിൽ മാത്രമാണ് ന്യായമുള്ളത് എന്ന് തെറ്റിദ്ധരിച്ച് ഇവരാരെയാണോ പ്രതിയാക്കാൻ ആഗ്രഹിക്കുന്നത് അവരെ നമ്മളും പ്രതിയായി കാണുകയും അവരോട് ദ്വന്ദ്വയുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യും. ഒടുക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിദ്വാൻമാർ തടിതപ്പും. പിന്നീട് പണി കിട്ടുന്നത് നമ്മൾക്കായിരിക്കും. നമ്മുടെ ജീവിതം തന്നെ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി ഹോമിക്കേണ്ടി വരും. നമ്മുടെ സന്തതികളുടെയും ഭാര്യയുടെയൊക്കെ മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ടി വരും. അതിനപ്പുറം നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതനായി മാറേണ്ടി വരും. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഓരോ മനുഷ്യൻ്റെയും വിശേഷിച്ച് ആ കുടുംബസ്ഥൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വാത്മീകി മഹർഷി വളരെ കാലം മുമ്പേ ചിന്തിച്ചു. ആ ചിന്താമണ്ഡലത്തിൽ തെളിഞ്ഞ കാര്യം അദ്ദേഹം നമുക്കായി പകർന്നു തരുകയും ചെയ്തു കേട്ടോ.
അദ്ദേഹം വളരെ സ്നേഹമുള്ളവനാണ് നമ്മളോട്. പക്ഷെ നമ്മളത് കൃത്യമായി ശ്രദ്ധിച്ചില്ല, ജീവിതത്തിലെ പാഠമാക്കാൻ ശ്രമിച്ചുമില്ല. കർക്കിടക മാസമല്ല, 365 ദിവസം രാമായണം പാരായണം ചെയ്താലും രാമായണ കഥകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. രാമായണ കഥാപാത്രങ്ങളെ അറിയാം. ആരാരുടെ അച്ഛൻ, ആരാരുടെ മോന, ഇതൊക്കെ ചോദിച്ചാൽ പറയും. ഇപ്പോഴുള്ള പല പ്രശ്നോത്തരി മത്സരങ്ങൾക്കും ക്വിസ് കോമ്പറ്റീഷനും അതൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ എന്താണ് രാമായണ തത്വം? ഓരോ കഥാപാത്രങ്ങളും എന്താണ് നമ്മൾക്കായി നൽകുന്ന സന്ദേശം? എന്തിനാണ് ഈ ഓരോ കഥാപാത്രങ്ങളെയും വാൽമീകി നമ്മൾക്കായി തന്നത് എന്ന് ചിന്തിക്കണം. ഈ സൂചിപ്പിച്ച കഥാപാത്രത്തെ രാമായണം വിളിച്ച പേരാണ് മാരീചൻ. നമ്മൾ ഓരോരുത്തരും മാരീചന്മാരാണ്. ഇനിയോ നമ്മെ ഉപയോഗിക്കാനെത്തുന്ന മിത്രത്തിൻ്റെയോ അമ്മാവൻ്റെയോ അനിന്ദ്രൻ്റെയോ സുഹൃത്തിൻ്റെയോ ബന്ധുമിത്രാദികളുടെയൊക്കെ രൂപത്തിലെത്തുന്ന രാവണന്മാരാണ് മറ്റുള്ളവർ. അവരവരുടെ ആഗ്രഹപ്രാപ്തിക്കായി അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മെ ഉപയോഗപ്പെടുത്തും, ചട്ടുകങ്ങളാക്കും. അത്തരത്തിലുള്ള ചട്ടുകങ്ങളായി മാറാൻ വിധിക്കപ്പെട്ടവരല്ല നമ്മൾ. കാരണം നമ്മുടെ അരികിലേക്ക് ഒരുത്തിനൊരു ആവശ്യമായി വരുമ്പോൾ അവൻ്റെ പുഞ്ചിരി കാണുന്ന മുഖം കാണുമ്പോൾ അവൻ്റെ ആ പുഞ്ചിരിപ്പിൽ നമ്മൾ ഇളഭ്യരായി മാറരുത്, അവന് വശംവദരാകരുത്. അവൻ പുഞ്ചിരിക്കുന്നത് എന്തെങ്കിലും കാര്യപ്രാപ്തിയോട് കൂടി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അതിന് വശംവദനാവുകയില്ല. വളരെയേറെ സ്വത്ത് സമ്പത്തും ആയുധബലവും അംഗരക്ഷകരും ഒക്കെ ഉണ്ടായിട്ടും ഇവൻ എൻ്റെ അരികിലേക്ക് വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന ബുദ്ധി നമ്മൾക്കുണ്ടാകണം. ഇവിടെ രാവണൻ സീതയെ അപഹരിക്കുന്നതിന് വേണ്ടി ആ ദൗത്യം ഏൽപ്പിക്കാനായി എത്തിയത് മാരീചൻ്റെ അരികിലേക്കാണ്. മാരീചനോട് എപ്രകാരമാണ് രാവണൻ പറയുന്നത് അതൊന്നും ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള പല വാക്കുകളും പലരിൽ നിന്നും ശ്രമിക്കാൻ സാധ്യതയുണ്ട്. പലരും ശ്രമിച്ചിട്ടും ഉണ്ടാകും. അനുഭവമുള്ളവർ ധാരാളം കാണുകയും. എന്താ പറയുന്നത്? നീ എൻ്റെ പ്രിയപ്പെട്ട മിത്രമാ, നിന്നാൽ മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയത്തുള്ളൂ, നിന്നോടല്ലാതെ ആരോടാണ് ഞാൻ ചോദിക്കുന്നത്? അതുകൊണ്ട് നീ എന്നോട് ഞാൻ പറയാത്തത് എന്തെങ്കിലും നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. അറിയാതെ നിന്നോട് എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അങ്ങ് ക്ഷമിക്കണം, നീ എന്നെ സഹായിക്കണം, നിനക്ക് മാത്രമേ സഹായിക്കാൻ കഴിയത്തുള്ളൂ എന്ന് സമസ്ത ലോകത്തിൻ്റെയും ത്രിലോകത്തിൻ്റെയും മുഴുവൻ അധിപതിയായ രാവണൻ തന്നോട് വന്ന് പറഞ്ഞപ്പോൾ അത്ര ശുഭകരമല്ല എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് മാരീചനുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് കാണത്തില്ല. പലരുടെയും അധികാരം പോരാത്തിന് സാധാരണക്കാരനൊരു വ്യക്തിയല്ല വന്ന് നമ്മളോട് സഹായം ചോദിക്കുന്നത്. അധികാരമുള്ളവൻ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുള്ളവൻ അല്ലെ ധാരാളം സ്വത്ത് സമ്പത്തുമുള്ളവനാണെങ്കിൽ അത്തരംകാർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ജീവനെ പോലും പണയം വെക്കും. പലരും കണ്ടിട്ടില്ലേ? മറ്റുള്ളവൻ്റെ അവസ്ഥ കണ്ടറിഞ്ഞുകൊണ്ട് മറ്റുള്ളവൻ്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് തൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരുണ്ട്. മറ്റുള്ളവൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് തൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ പണയം വെക്കാൻ കൊടുക്കും. അവസാനം അവനത് പണയം വെച്ചിട്ട് കാശും മേടിച്ചുകൊണ്ട് പോകും. കൊടുക്കുക ആര് തന്നെ ഈ പണയം എടുക്കേണ്ടി വരും? നമ്മൾ തന്നെ എടുക്കേണ്ടി വരും. ചിലർ സങ്കടം മാറാൻ വേണ്ടി തൻ്റെ പ്രമാണം എടുത്തു കൊടുക്കും. പ്രമാണം വെച്ചവൻ പൈസ എടുക്കും, തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ മേടിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ പിന്നീട് അവനെയും കാണത്തില്ല, അവൻ്റെ പൊടിയും കാണത്തില്ല. കൊടുക്കാൻ നമ്മൾ തന്നെ എടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നാട്ടുകാരത് കൊണ്ടുപോകും. ഈ രീതിയിലുള്ള സാധ്യതകൾ സർവരുടെയും ജീവിതത്തിൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് യാതൊരു സംശയവും കൂടാതെ രാമായണം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ ഏതായാലും മാരീചൻ അറിയാമായിരുന്നു. മാരീചൻ രാവണനോട് പറയുന്നുണ്ട്, നീ കാണിക്കുന്ന മഹാപാപ, നീ വിചാരിക്കുന്നവർ മോശക്കാരൊന്നും അല്ല. പിന്നെയോ നിനക്ക് സുന്ദരിയായ ഒരു ഭാര്യയുണ്ടേ, പിന്നെ അനേകം ദാസിമാരുണ്ട് നിനക്ക്, പിന്നെ എന്തിനാ നീ ഒരു മനുഷ്യൻ്റെ ശ്രീരാമൻ്റെ ഭാര്യയെ മോഹിക്കുന്നത്? ഇനിയും നിന്നോട് ഞാൻ മറ്റൊന്നുകൂടി പറയാം, ശ്രീരാമൻ സാധാരണക്കാരനല്ല, നിന്നെ വധിക്കുവാൻ വേണ്ടി ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ഭൂമിയിൽ വന്ന് ജനിച്ചിരിക്കുക. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഇതിന്ന് പിന്തിരിയണം, നിൻ്റെ പ്രാണൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ രാവണൻ എന്ത് പറഞ്ഞു? എടോ, എനിക്കും അതറിയാവുന്ന കാര്യമാടോ. അങ്ങനെ താൻ പറയുന്ന പോലെ എന്നെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാമൻ ഇവിടെ വന്ന് ജനിച്ചിരിക്കുന്നതെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ കൊല്ലും. അല്ല പിന്നെ നേരത്തെ വളരെ ഭവ്യതയോടുകൂടി വളരെ വിധേയത്വത്തോടു കൂടി റിക്വസ്റ്റ് അപേക്ഷിച്ചവൻ ഇപ്പം പറയുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ തന്നെ ഞാൻ കൊല്ലുമെന്ന്. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ചിലർ നമ്മളോട് സ്നേഹത്തോടു കൂടി പല കാര്യം ചെയ്തു കൊടുക്കാൻ പറയും, ചെയ്തില്ലെങ്കിൽ പറയും. ഈ സർക്കാർ സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. കൈക്കൂലിയൊന്നും വാങ്ങാത്തവർ, ന്യായമായ മാർഗ്ഗത്തിൽ പ്രവർത്തിക്കുന്നവർ പല പല പ്രലോഭനങ്ങൾ വെച്ചാലും അത് തരാം, ഇത് തരാം, AC മേടിച്ച് തരാം, ഫ്രിഡ്ജ് മേടിച്ച് തരാം, വീട് വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞാലും വശംവദരാകാതെ വരുമ്പോൾ പിന്നെ പറയും തന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യിക്കും. ഇങ്ങനെയുള്ള ഭീഷണികളൊക്കെ നടത്തും. ഒരുമാതിരി വകതിരിവുള്ളവൻ, ധർമ്മബോധമുള്ളവൻ എന്ത് നടത്തിയാലും പിന്മാറില്ല. പക്ഷേ ചിലപ്പോൾ കുടുംബത്തെ പറ്റി ഓർക്കുമ്പോൾ, മകളുടെ വിദ്യാഭ്യാസം, മകൻ്റെ വിദ്യാഭ്യാസം, ഭാര്യയുടെ രോഗം, അമ്മയുടെ രോഗം, അച്ഛൻ്റെ രോഗം, കുടുംബത്തിൻ്റെ കടബാധ്യതകൾ, ഇതൊക്കെ ആലോചിക്കുമ്പം എന്തെങ്കിലും ആകട്ടെ, ഈ പാവി പറഞ്ഞതുപോലെ കേട്ടേക്കാം, കേട്ടില്ലെങ്കിൽ ഇവൻ എന്നെ ദ്രോഹിക്കും എന്ന ചിന്ത വന്നത് മൂലം ഒരു പക്ഷേ ഇത്തരത്തിൽ പ്രവർത്തിക്കാം. ഇവിടെ അത് തന്നെ കാട്ടുന്നു മാരീചൻ. ഇവൻ്റെ കയ്യാൽ മരിച്ചാൽ പാപമാ, മോക്ഷം കിട്ടില്ല. മറിച്ച് ഇവൻ ഈ പറയുന്ന കാര്യം ചെയ്താൽ എന്തായാലും എങ്ങനാലും എനിക്ക് മരണം ഉറപ്പാണ്. ഇവൻ പറയുന്നത് കേട്ടാൽ ശ്രീരാമചന്ദ്രൻ്റെ കൈകളാൽ മരിക്കപ്പെടും. ഇവൻ പറഞ്ഞത് കേട്ടില്ലേ ഇവൻ്റെ കയ്യാൽ മരിക്കപ്പെടും. ഇവൻ്റെ കയ്യാൽ മരിക്കപ്പെട്ടാൽ മോക്ഷം കിട്ടത്തില്ല, യാതൊരു സംശയവുമില്ല. മറിച്ച് ശ്രീരാമൻ്റെ കൈകളാലാണ് മരിക്കപ്പെടുന്നതെങ്കിൽ സുഹൃതം, പൂർവ്വജന്മാർജിതമായ പുണ്യം, ജനന മരണങ്ങളിൽ നിന്നുള്ള മുക്തി,
ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാരീചൻ പ്രവർത്തിക്കുന്നു. അപ്പം നമ്മൾ ഇതൊന്ന് ചിന്തിച്ചോണം. നമ്മളങ്ങനെ മാരീചനായി മാറാൻ വേണ്ടി ജനിക്കപ്പെട്ടവരല്ല. അധർമ്മത്തിനെ അല്ലെങ്കിൽ അന്യായത്തിന് കൂട്ടു നിൽക്കാൻ പലരും പ്രേരിപ്പിക്കും, ഒരു പക്ഷേ ഭീഷണിപ്പെടുത്തും. അങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോഴും തൻ്റേതായ നിലപാടുകൾക്കനുസരിച്ച് ചിന്തിച്ചുകൊണ്ട് മനസ്സിന് ധാർമ്മികമായി തോന്നുന്നത് ഏതോ അത്തരത്തിലുള്ള പ്രവൃത്തികളെ ചെയ്യാവൂ. അഥവാ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സന്ദർഭങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം അതിൽ നിന്ന് നൈസായി എസ്കേപ്പ് ആകണം എന്നതാണ് രാമായണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആയതിനാൽ നമ്മൾ ആരും ആരുടെയും മാരീചന്മാരായി മാറാതിരിക്കട്ടെ. ഒരു രാവണന്മാരും, അത് ആധുനിക രാവണനാണെങ്കിലും എത്ര ഉന്നതനായ രാവണനാണെങ്കിലും, നമ്മെ ദുരുപയോഗം ചെയ്യാനുള്ള അവസരം നമ്മൾ തന്നെ സൃഷ്ടിക്കാതിരിക്കുവാൻ ജാഗരൂകരായി പ്രവർത്തിക്കാൻ സർവേശ്വരൻ ഏവരെയും സർവ്വതാ കാത്തുകൊള്ളട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവൻ്റെ ശതകോടി പ്രണാമം.